ദശാവതാരത്തിലെ 9th അവതാരത്തിന് ശരിക്കും പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഒരു ഭാഗം ആൾക്കാരെ വിശ്വസിക്കുന്നത് കൃഷ്ണന്റെ ഏട്ടനായിട്ടുള്ള ബലരാമനാണ് ദശാവതാരത്തില് മഹാവിഷ്ണുവിന്റെ 9th അവതാരം എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ വിശ്വസിക്കുന്നത് ഗൗതമ ബുദ്ധൻ, അതായത് ബുദ്ധിസത്തിന്റെ എന്താ പറയുക സ്പിരിച്വൽ ഹെഡ് അല്ലെങ്കിൽ ഫൗണ്ടർ ആയിട്ടുള്ള ഗൗതമ ബുദ്ധനാണ് മഹാവിഷ്ണുവിന്റെ 9th അവതാരം എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അത് ഗൗതമ ബുദ്ധനാണ് എന്നാണ്. കാരണം ഞാൻ കേട്ട കഥകളും ഞാൻ വായിച്ച കഥകളും അക്കോർഡിംഗ് കൃഷ്ണന്റെ ഏട്ടനായിട്ടുള്ള ബലരാമൻ മഹാവിഷ്ണു കിടക്കുന്ന ശേഷനാഗിന്റെ അവതാരമാണെന്നാണ്. അതായത് ശ്രീരാമ ജന്മത്തിൽ ലക്ഷ്മണൻ പോലെ കൃഷ്ണ അവതാരത്തിൽ ബലരാമനായി ജനിച്ചത് മഹാവിഷ്ണുവിന്റെ ശേഷനാഗാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് 9th അവതാരം ഗൗതമ ബുദ്ധന്റെതാണെന്ന് വിചാരിച്ചിട്ട് ഗൗതമ ബുദ്ധന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ ബുദ്ധിസത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ ബുദ്ധിസം ഹിന്ദുവിസത്തിൽ നിന്ന് വന്ന ഒരു റിലിജനാണ്. ഹിന്ദുവിസം കുറെ സ്ക്രിപ്ചേഴ്സും കുറെ റിച്വൽസിന്റെ ബേസിസിലാണ് ഹിന്ദുവിസം ഫോളോ ചെയ്യുന്നത്. പക്ഷേ ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്നത് മേജർ 4 നോബൽ ട്രൂത്തിന്റെ ബേസിലാണ്. അതെന്തൊക്കെയാണെന്ന് ജനറിക്കലി ഞാൻ പറഞ്ഞുതരാം. 1, ദുഃഖ, അതായത് പേര് പറയുന്ന പോലെ തന്നെ ദുഃഖം, നമ്മളുടെ ലൈഫിലുള്ള ദുഃഖം ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് സമുദായ എന്ന് വെച്ചാൽ ഈ ദുഃഖം ഉണ്ടാവേണ്ട കാരണം, സോഴ്സ് ഓർ ഒറിജിൻ ഓഫ് ദ സോറോ. പിന്നെ മൂന്നാമത്തത് നിരോധ, അതായത് ഈ ദുഃഖം ഇല്ലാതാക്കാൻ, അതായത് എലിമിനേഷൻ ഓഫ് ദ സഫറിങ്. ഓക്കെ. പിന്നെ നാലാമത്തത് മഗ്ഗ, അതായത് ഈ ദുഃഖം ഇല്ലാണ്ടാക്കേണ്ട മാർഗം, അതാണ് മഗ്ഗ. ഈ 4 പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് ബുദ്ധിസം എന്ന് പറഞ്ഞൊരു റിലിജനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലും ഈസ്റ്റ് ഏഷ്യയിലും ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു റിലിജനാണ് ഇത്. ബുദ്ധൻ ദൈവമേയല്ല, പക്ഷെ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സ്കോളറാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഹിന്ദുവിസത്തിൽ ഭാഗവത പുരാണ, അഗ്നി പുരാണ, അങ്ങനെ പല പുരാണങ്ങളിലും ഗൗതമ ബുദ്ധന്റെ ജന്മം ഒരു 9th അവതാരമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ.